അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ സോയ ചങ്ക്സ് ബിരിയാണി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. സേമിയ ഉപയോഗിച്ച് പായസവും ഉപ്പുമാവും പുഡിങ്ങും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് സേമിയ ഉപയോഗിച്ചൊരു ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ സേമിയ സോയ ചങ്ക്സ് ബിരിയാണി റെഡിയാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 300 ഗ്രാം സേമിയ ഇതുപോലെ ചെറിയ പീസുകളാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സോയ ചങ്ക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ സോയ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം സോയ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 2 സെക്കൻഡ് സോക്ക് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ നമുക്കത് വറുത്തെടുക്കാം. സോയ ചങ്ക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ മുട്ടയോ ചേർത്താലും മതിയാകും. സോയ ചങ്ക്സ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് ഇതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സേമിയ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം. സേമിയ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. അതിനുശേഷം സവാളയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ റെഡിയാക്കുന്നത് പോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും ചേർക്കാം. സവാള ബ്രൗൺ നിറമാകുന്നതിരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സേമിയ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ നിങ്ങൾ 1 കപ്പിലാണ് സേമിയ എടുക്കുന്നതെങ്കിൽ ആ 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചാൽ മതിയാകും. സേമിയ ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കാനാണെങ്കിലും വെള്ളം കറക്റ്റ് അളവിലായെങ്കിലേ സേമിയ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ സേമിയ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഇതളുകളായിട്ട് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കട്ട പിടിച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സും ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.